ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. ഇന്നലെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഉള്ള യാത്രയിൽ ഞാൻ കൊച്ചി എയർപോർട്ടിൽ വെച്ചിട്ട് എൻ്റെ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ കയറിയതാണ്. എൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പം ഞാനിതിങ്ങനെ എന്താ പറയുക, ബാഗ് അവിടെ ഒരു ചേച്ചി തന്നിട്ട് പറഞ്ഞു അത് ബാഗ് അവിടെ വെക്കേണ്ട, നിറച്ച് വെള്ളമാണ്. അപ്പോഴത്തേക്ക് എനിക്ക് കോളും വന്ന് ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് കോൾ വന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ ലഗേജുമായിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോകുന്നായിരുന്നു. അപ്പൊ ഞാൻ പോന്നു കഴിഞ്ഞ് ഞാൻ വേറൊരു സ്ഥലത്തെത്തി, എന്റെ അടുത്ത ജോലിയുടെ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ബാഗ് തുറന്നപ്പോ ആ ബാഗിൽ ഒരു ബാഗ് കാണുന്നില്ല, ഒരു പൗച്ച് കാണുന്നില്ല. ഞാനത് എത്രയും പെട്ടെന്ന് ഞാൻ എയർപോർട്ടിലെത്തി. ഞാൻ ഈ പറഞ്ഞ ചേച്ചിനെ കണ്ട്. ചേച്ചിയുടെ പേര് ലില്ലി എന്നാണ്. ആ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറയുന്നത് കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ബാത്റൂമിന്റെ അകത്ത് സാധനം ബാഗ് എനിക്ക് തന്നു. പക്ഷെ ബാഗിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി, പിന്നെ ചേച്ചി അറിയാതെ സാധനവും കിട്ടി എനിക്ക്. പിന്നെ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോ ചേച്ചി പറയുന്നത് വാതിൽ വേഗം കുത്തിയിട്ടിട്ട് പറഞ്ഞ് ഞാൻ ഇതിന് 2-3 സാധനം ഞാൻ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് അവരുടെ മെറൂൺ കളറിലെ ഡ്രസ്സിന്റെ അകത്തുനിന്ന് ആ സാധനം കുറച്ച് 2-3 സാധനങ്ങൾ തന്നു. ഞാൻ പറഞ്ഞ ചേച്ചി, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ചേച്ചി, അതിനൊക്കെ ഒത്തിരി വിലയുള്ള സാധനങ്ങളാണ്. അപ്പൊ അതൊരു കളവായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തപ്പോ ചേച്ചിക്ക് അത് മനസ്സിലായി, എനിക്കത് മനസ്സിലായിരുന്നു. അപ്പൊ ചേച്ചി വേഗം തന്നെ അവരുടെ ഒരു ഇൻചാർജ്, ഒരു സ്വാതി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ വിളിച്ചു വരുത്തുന്നു. പിന്നെ അവരവിടെ കരച്ചിൽ ഒക്കെ സംഭവിക്കുന്നു. അപ്പൊ ഇത് ഫുൾ ഡ്രാമയായിട്ട് എനിക്ക് തോന്നി. ഞാനത് ഇൻഫോം ചെയ്യാൻ വേണ്ടി പുറത്തൊരാളെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രമോദ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളും ഒന്നും പറയുന്നില്ല, സോൾവ് ചെയ്യാൻ, ബാഗിൽ നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റ് തന്ന് അവർ പേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ സമയക്കുറവ് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് വേഗം പോരേണ്ടതും കൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങള് നമ്മുടെ എയർപോർട്ടില്, എസ്പെഷ്യലി കേരളത്തിലെ കൊച്ചിൻ എയർപോർട്ടിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഇതിങ്ങനെ ഭയങ്കര വിഷമം എനിക്ക് തോന്നണോണ്ടാട്ടോ ഞാനത് നിങ്ങളൊന്ന് അറിയിക്കണം, നിങ്ങൾ ഫ്രണ്ട്സ് ഇതൊന്നും ഷെയർ ചെയ്യണം എന്ന് എനിക്കുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കളവുകൾ, അതായത് കള്ളന്റെ ആയി തന്നെ താക്കോലെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർ തന്നെയാണ് ഇത്രയും വലിയ കള്ളികളും കള്ളന്മാരും. അപ്പൊ ഇതൊന്നും എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്റെ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ട് ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ.